ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ദൂസ് വേൾഡ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ വ്ളോഗാണ്. മെറ്റേണിറ്റി ഷൂട്ടിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഈ ഡ്രസ്സാണ് എടുത്തിരിക്കുന്നത്. അപ്പം അത് ഞാൻ ഡ്രസ്സൊക്കെ ഇട്ടു. എന്നിട്ട് എൻവൈപ്പയുടെ പ്രോഡക്റ്റ്സാണ് ഞാനിവിടെ കൂടുതൽ യൂസ് ചെയ്യുന്നത്. ആദ്യം പ്രോസ്ട്രോ ക്രീമാണ് കേട്ടോ എടുക്കുന്നത്, എൻവൈപ്പയുടെ. അപ്പോൾ അത് ഹൈലൈറ്റ് ചെയ്യേണ്ട പോർഷൻസിൽ മാത്രമാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് സിമ്പിൾ മേക്കപ്പ് ലുക്കിന് നമുക്ക് സ്വന്തമായിട്ട് തന്നെ റെഡി ആവാൻ പറ്റുന്നതാണ്. എന്നാൽ അത്യാവശ്യം നമുക്ക് മേക്കപ്പ് ഇട്ടോ ഇട്ടില്ല എങ്കിൽ ഇല്ലേ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഇരിക്കുന്ന ലുക്കാണ്. അപ്പോൾ അടുത്തത് എൻവൈപ്പയുടെ തന്നെ ഫൗണ്ടേഷൻ 3-in-1 ഫൗണ്ടേഷനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ പ്രോസ്ട്രോ ക്രീമുമായിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഫേസിന് അപ്ലൈ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒറ്റയ്ക്കൊന്നും റെഡിയാവാൻ വയ്യ. അതുപോലെ ഞാൻ ഒറ്റയ്ക്കിട്ട് ഇത് പുട്ടിയടിച്ചാണെങ്കിൽ ഇരിക്കും എന്ന് എനിക്ക് തോന്നിയുകൊണ്ടാണ് ഞാൻ ശ്രീയുടെ ഹെൽപ്പ് ചോദിച്ചത്. അപ്പോൾ ശ്രീ നന്നായിട്ട് ഇതെല്ലാം ഇട്ടിട്ട് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. അടുത്ത ലിപ് ഗ്ലോസ് ആണ് ഇടുന്നത്. അത് സ്റ്റുഡിയോയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ ഇടുന്നത്. ലിപ്സ്റ്റിക്കും സ്റ്റുഡിയോയിൽ നിന്ന് വാങ്ങി തന്നെയാണ് ഇടുന്നത്. ലിപ് ഗ്ലോസ് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ലൈറ്റ് ഷെയ്ഡ് ലിപ്സ്റ്റിക്കാണ് ഞാൻ ആദ്യം അപ്ലൈ ചെയ്യുന്നത്. ഇതിൻ്റെ ഷെയ്ഡ് ഏതാണെന്ന് കാണുന്നില്ല, അത് വിട്ടുപോയി. ഇനി അതിൻ്റെ കൂടെ തന്നെ ഞാൻ ലിക്വിഡ് ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട്. ബെറി കിസ് എന്ന് പറയുന്ന ഷെയ്ഡാണ്. അതും സ്റ്റുഡിയോയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അത് തന്നെയാണ് ഞാൻ ബ്ലഷായിട്ടും ജസ്റ്റ് ചെറുതായിട്ട് അപ്ലൈ ചെയ്യുന്നത്. അപ്പം ഇത് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടു, സെറ്റായിട്ടുണ്ട്. ഈ ലൈറ്റ് ഷെയ്ഡും ഡാർക്ക് ഷെയ്ഡും കൂടി മിക്സ് ചെയ്ത് തരുമ്പോൾ വേറൊരു പുതിയൊരു ഷെയ്ഡായിട്ട് അത് കിട്ടും. അത് പക്ഷേ അടിപൊളിയായിരുന്നു. പിന്നെ ഞാൻ ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് കാജൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. അത് കാജൽ ഞാൻ സ്റ്റുഡിയോയിൽ നിന്ന് തന്നെ വാങ്ങിയ കാജലാണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത് കണ്ണിൽ. ഞാൻ എപ്പോഴും താഴെയും കാജൽ അപ്ലൈ ചെയ്യാറുണ്ട്, മേളിലും കാജൽ അപ്ലൈ ചെയ്യാറുണ്ട്. കാരണം അതാകുമ്പോൾ നമുക്ക് നല്ലൊരു ഫിനിഷ് തരും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഐടെക്സ് ഡാസ്ലറിൻ്റെ ഐലൈനറാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അതെല്ലാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ബ്ലഷ്, ഞാൻ പറഞ്ഞില്ലേ ആ ലിക്വിഡ് ലിപ്സ്റ്റിക്ക് തന്നെയാണ് ഞാൻ ചെറുതായിട്ട് ബ്ലഷായിട്ട് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ചെറിയ ഒരു ബ്ലഷ് മതി. അടുത്ത ഹെയർ സെറ്റ് ചെയ്യാനാണ്. അപ്പോൾ ഞാൻ സ്ട്രീക്സിൻ്റെ ഹെയർ സെറമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഈ ലുക്ക് ഇഷ്ടപ്പെട്ടോ? അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നോട്ടിഫിക്കേഷൻസിന് അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അടുത്ത വീഡിയോയിലൂടെ കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ.